നിങ്ങൾ ജയിക്കുമ്പോൾ EVM-കൾക്ക് കുഴപ്പമില്ല. വരാം. നിങ്ങൾ തോൽക്കുമ്പോൾ EVM-ന് പ്രശ്നം. ഇതാണ് രാഷ്ട്രീയമായി 2019 മുതൽ ഇങ്ങോട്ട് BJP പറയുന്നൊരു കാര്യം. ഇത്തവണയാണെങ്കിലും ശരി. ഇതാ നോക്കൂ, 273-ൽ ഈ വർഷം അല്ലെങ്കിൽ ഈ തവണ 400-ന് മുകളിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചണ്ഡമായ പ്രചാരണം നടത്തി അല്ലേ BJP. എക്സിറ്റ് പോളുകൾ പോലും അതിന് അനുസൃതമായ 391 വരെ സീറ്റുകൾ പ്രവചിച്ച എക്സിറ്റ് പോളുകൾ വന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന 400ഓളം അടുത്ത് നിൽക്കുന്ന ഒരു സംഖ്യ, ഒരു സീറ്റെണ്ണം BJPക്ക് അനുകൂലമായി വന്നിട്ടുണ്ടെങ്കിലും EVM-കളെ കുറ്റം പറയാം, പക്ഷേ വലിയ ആശ്ചര്യകരമായിരിക്കില്ല. പക്ഷെ ജനവിധി നേരെ തിരിച്ചായിരുന്നു. അത്രത്തോളം പോയിട്ട് 300 പോലും കടന്നില്ല എന്നത് പ്രധാനവുമാണ്. അപ്പോൾ 273-ൽ എത്തി നിൽക്കുന്ന അട്ടിമറി എന്നുള്ളതാണ് BJP പരിഹാസത്തോടെ ചോദിക്കുന്നത്. മാധു, ഈ BJP-ക്കാർക്കെല്ലാം ഉള്ളൊരു പ്രശ്നം, അവർക്ക് ഈ നരേന്ദ്രമോദി മാത്രമാണ് അവരുടെ നേതാവ്. 2014-ലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അതിന് പകരം ഇന്ത്യക്ക് മറ്റൊരു ചരിത്രം കൂടി ഇതിന് പിന്നിലേക്കുണ്ട് എന്ന് KVS ഹരിദാസ് ഓർത്താൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. KVS ഹരിദാസ് കാര്യങ്ങൾ അറിയാതെയാണ് പറയുന്നത് എനിക്ക് വിശ്വസിക്കുന്നത്. അദ്ദേഹം വളരെ പ്രായമുള്ള, ഏറ്റവും നന്നായിട്ട് ചർച്ചകളിലൊക്കെ വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ആളാണ്. പക്ഷെ മാന്യമായിട്ട് കള്ളം പറയരുത് ശ്രീ ഹരിദാസ്. കോൺഗ്രസ് തോറ്റപ്പോൾ മാത്രമാണോ ഈ പ്രശ്നം ഉണ്ടായത്? 2009-ലെ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിനു ശേഷം EVM വോട്ടിംഗ് മെഷീനുകൾ ഉപേക്ഷിക്കണമെന്നും അത് ജനാധിപത്യത്തിൽ അതിനകത്ത് വിശ്വാസ്യതയില്ലെന്നും പറഞ്ഞ നേതാവിൻ്റെ പേര് LK അദ്വാനി എന്ന് പറയുന്ന അങ്ങയുടെ നേതാവല്ലേ 2019-ൽ പറഞ്ഞത്? അങ്ങേക്ക് സംശയമുണ്ടോ? ഇനി സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. 2010-ൽ ഡെമോക്രസി അറ്റ് റിസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് EVM-നെ സംബന്ധിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെയും വക്താവായിട്ടുള്ള GVL നരസിംഹറാവു ഒരു പുസ്തകം എഴുതിയിരുന്നു. ഡെമോക്രസി അറ്റ് റിസ്ക്, ക്യാൻ വി ട്രസ്റ്റ് ദ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ബുക്കിൻ്റെ പേര്. അതിന് അവതാരിക എഴുതുന്ന നേതാവിൻ്റെ പേരെന്താണെന്നറിയോ? LK അദ്വാനി എന്നാണ്. എന്തിനാ ശ്രീ ഹരിദാസ് അങ്ങയുടെ പ്രായവും അങ്ങയുടെ ഒരു ഗുഡ് വില്ലും വെച്ച് ഇങ്ങനെ കള്ളം പറയുന്നത്? ഇത് BJP-ക്കെതിരായിട്ടുള്ള അല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. BJP ഈ സമയത്ത് എടുക്കുന്ന നിലപാടുകൾ BJP-യെ സംശയത്തിന് പുറത്ത് നിർത്തുന്നുണ്ട്, അതിൽ സംശയമില്ല. പക്ഷെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞങ്ങൾ BJP-യിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നില്ല. മറിച്ച് ഈ രാജ്യത്ത് മുന്നോട്ടുള്ള കാലത്ത്, കാരണം ഇനി തെരഞ്ഞെടുപ്പുകളും വർഷം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം കിടക്കുകയല്ലേ, അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസം തോന്നുന്ന ഒരു സംവിധാനം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ എന്തിനാ നിങ്ങൾ ഈ തലയിൽ പപ്പ് തപ്പി നോക്കുന്നത്? എന്തിനാ തലയിൽ പപ്പുണ്ടോ എന്ന് നോക്കുന്നത്? എന്തിനാ അപ്പം തന്നെ കോൺഗ്രസിനെതിരെ കയറുന്നത്? നിങ്ങളുടെ നേതാക്കന്മാർ അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെ ഇതിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. EVM-കൾ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. അതൊക്കെ നിങ്ങൾ മറന്നുപോവുകയാണോ? പിന്നെ ഞാൻ പറയുന്നത് എന്താ, ഇത് സുപ്രീം കോടതി വിധി. നിങ്ങളെല്ലാത്തിനെയും സുപ്രീം കോടതിയുടെ വിധിയുടെ പേരിൽ മറച്ചു വെക്കാൻ ശ്രമിക്കരുത്. സുപ്രീം കോടതി വിധി പറയുന്നത് അങ്ങനെയാ. ഒരു ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഒരു അഫിഡവിറ്റ് കൊടുത്താൽ ആ അഫിഡവിറ്റിന് അപ്പുറത്തേക്ക് കടന്നു പോകാൻ സുപ്രീം കോടതിയുടെ ഒരു ലക്ഷ്മണരേഖ അനുവദിക്കുന്നില്ല. ആ ഭരണഘടനാ സ്ഥാപനം കൊടുക്കുന്ന അഫിഡവിറ്റിനെ വിശ്വസിച്ചുകൊണ്ട് ഉണ്ടാവുന്ന ഒരു വിധിയാണ്. ആ വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ 2024-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ EVM മോശമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നില്ലല്ലോ. ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പ് വിധിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ സംബന്ധിച്ചോളം വലിയ ചിന്തയില്ലാത്ത ഒന്ന്, ഓരോ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോഴും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു വരികയാണ്. അതിനൊരു പ്രധാനപ്പെട്ട ഘടകം മാധു ഇതുകൂടിയുണ്ട്. ആർക്ക് വോട്ട് ചെയ്താലും ഇതൊന്നും അല്ല ശരിക്കും സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ എന്തിനാ പോയി അവിടെ ക്യൂ നിന്ന് വെയിലും കൊണ്ട് നിൽക്കുന്നതെന്നൊരു ചിന്ത വോട്ടർമാരുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിലുള്ള വിശ്വാസക്കുറവായിട്ട് മാറും. ആ വിശ്വാസക്കുറവ് പരിഹരിക്കണം. രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വിശ്വാസമുള്ള ഒരു ജനാധിപത്യ സംവിധാനം ഈ രാജ്യത്തുണ്ടാവണം എന്ന് പറയുമ്പോൾ BJP എന്തിനാ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്? അതായത് ഇപ്പോ രാജീവ് ചന്ദ്രശേഖറാണ് ഈ വിഷയത്തിൽ BJP-യെ കേന്ദ്ര സർക്കാരിലേക്ക് പ്രതിരോധിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഈ വാർത്തകളുടെ താഴെ വന്നിരിക്കുന്ന കമന്റുകളൊക്കെ നോക്കുന്ന സമയത്ത് ചോദിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ തോറ്റത് ഇത്ര ചുരുക്കം വോട്ടുകൾക്കാണ്, അങ്ങനെ അട്ടിമറി സാധ്യമാകുമായിരുന്നെങ്കിൽ അദ്ദേഹം സാങ്കേതിക വിദഗ്ധനാണ്,
IT മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഇനി അപ്പോൾ അദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിലും പ്രവചനങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഒരു ഇത്രയും വലിയ ഏതാണ്ട് ഒരു 80,000 വോട്ടിന്റെ ഷിഫ്റ്റ് ഉണ്ടായ ഒരു മണ്ഡലത്തിൽ ഇനി അഥവാ അദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നല്ലോ, അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അനുകൂലമായ ഒരു അട്ടിമറി സാധ്യമാകുന്നില്ല ഇന്ത്യയിൽ നിലവിൽ എന്നുള്ളതാണോ, അതോ ഈ സാങ്കേതികവിദ്യ മാറണം എന്നുള്ളതാണോ നിങ്ങളുടെ ആവശ്യം? മാധു, ഇതിനകത്ത് ഏതെങ്കിലും ഇത്തരത്തിലുള്ള റാൻഡം കമന്റ്സ് എടുത്തുകൊണ്ട് നമുക്കിതിനെ ഒരു 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 ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല. ഇത് വളരെ ഗൗരവമായിട്ടൊരു വിഷയമാണ്. ഇപ്പം ശ്രീ ജോസഫ് സി മാത്യു ഇതിനകത്ത് ഒരു വൈദഗ്ധ്യമുള്ള ഒരാളാണ്. ഇനി നമ്മുടെ സാധാരണ വെച്ച് നോക്കിയാൽ മതി, ഇന്നത്തെ കാലത്ത് നമ്മുടെ ഒരു ഫോൺ പോലും ഒരു സിം ഉണ്ടെങ്കിൽ, ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ സ്വകാര്യത മുഴുവൻ പോയി എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഈ രാജ്യത്ത് സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. കണക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിരോധം. കണക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു സിം ഉണ്ടെങ്കിൽ സ്വകാര്യത ഇല്ല എന്നത് അങ്ങ് പറയുമ്പോൾ, ഇതിൽ പക്ഷെ കണക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ് അവരുടെ പ്രതിരോധം. അല്ല, ഇന്റർനെറ്റ് കണക്ടിവിറ്റി മാത്രമല്ലല്ലോ, ബ്ലൂടൂത്ത് ഇല്ല. ഇന്റർനെറ്റ് കണക്ടിവിറ്റി മാത്രമല്ല. ഇവിടെ ശ്രീ ജോസഫ് സി മാത്രമല്ല പറഞ്ഞല്ലോ, ഇതിനകത്ത് എക്സ്റ്റേണൽ ഡിവൈസ്, അല്ലെ ഞാൻ പറയട്ടെ, എക്സ്റ്റേണൽ ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ 2 സംഭവം തെറ്റാണെന്ന് തെളിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ VVPAT എങ്ങനെ കണക്ട് ചെയ്യുമെന്നുള്ള പറയേണ്ടി വരും. പറയാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതാണ് ചർച്ച ചെയ്യുക എന്നുള്ള, ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. പക്ഷെ ആ വിഷയം എന്നുള്ളത് എന്റെ രീതിയിൽ ഒരു പാർട്ടിയുടെ നിലപാട് പറയുമ്പോൾ അദ്ദേഹം പറയേണ്ടായിരുന്നു. പക്ഷെ അത് തുറന്ന് സമ്മതിക്കണം, നമ്മൾ ബഹുമാനിച്ചു പോകേണ്ടതുണ്ട്. മാധു ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞങ്ങൾ ഇതിനകത്ത് ശ്രീ ഹരിദാസിൽ നിന്ന് ഇതിന്റെ സോഴ്സ് കോഡോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക കാര്യമല്ല ഞങ്ങൾ നോക്കുന്നത്. പക്ഷെ KVS ഹരിദാസ് ഇവിടെ പറയേണ്ടത്, രാജ്യത്ത് ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഇലക്ഷൻ കമ്മീഷൻ 6 ദേശീയ പാർട്ടികളെ വെച്ച് വിളിച്ചിട്ട് ഇത് പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഇവിടെ കോൺഗ്രസ് പോലും എന്താ കോൺഗ്രസ് നിലപാട്? EVM വേണ്ട എന്നുള്ള നിലപാടല്ല കോൺഗ്രസിന്റെ, മറിച്ച് VVPAT ആ EVM-ൽ വരുന്ന വോട്ടുകൾ കുറെ കൂടി കൃത്യമായിട്ട് ജനാധിപത്യത്തിൽ വോട്ടർമാർക്ക് വിശ്വാസം ഉണ്ടാവുന്ന രീതിയിൽ ആ VVPAT-കളുടെ പരിശോധന നടക്കണം. VVPAT ഒരു ഘട്ടത്തിലും പരിശോധിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന നിലപാടെടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? ായിട്ട് വോട്ടർമാർക്ക് വിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ ഒരു പ്രോസസ് നടത്തുകയാണെങ്കിൽ VVPAT എണ്ണുന്നതിന് എന്തുകൊണ്ട് എന്താണ് തടസ്സം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ശരി, ഞാൻ വരാം. ഇതിന്റെ പിന്നിലേക്ക് പോകേണ്ട വഴികൾ